കാർഷിക വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് വീണ്ടും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 2030-31 വരെ പദ്ധതി തുടരാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക സുരക്ഷയും കാർഷിക മേഖലയിലെ നിക്ഷേപവും ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2026-27 മുതൽ 2030-31 വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി 3.15 ലക്ഷം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 2019 ആരംഭിച്ച പദ്ധതിയിലൂടെ യോഗ്യരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ആധാർ അധിഷ്ഠിത പരിശോധനയും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനവും വഴി സുതാര്യമായും ഇടനിലക്കാരില്ലാതെയും ധനസഹായം എത്തിക്കുന്നതിൽ പദ്ധതി വിജയകരമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തേകുന്നതാണ് പുതിയ തീരുമാനമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ ഷിപ്പിംഗ് നിയമത്തിൽ ആശങ്കയുമായി മത്സ്യത്തൊഴിലാളികൾ. നിയമം അന്തിമമാക്കുന്നതിന് മുമ്പ് ചർച്ച വേണമെന്ന ആവശ്യം. പുതിയ ഷിപ്പിംഗ് നിയമം അന്തിമമാക്കുന്നതിന് മുമ്പ് തീരദേശ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. കടൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയും തൊഴിലാളികളുടെ സുരക്ഷയും പരിഗണിക്കണമെന്നാണ് ആവശ്യം. കപ്പൽ ഗതാഗതം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധന മേഖല നേരിടുന്ന വെല്ലുവിളികൾ, കടലിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ നടപടികൾ വേണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. വികസന പദ്ധതികൾക്ക് എതിരല്ലെങ്കിലും തീരദേശ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരുടെ അഭിപ്രായം ഉൾപ്പെടുത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരുമായും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി കൂടുതൽ ചർച്ചകൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചണത്തിന്റെ വിലയിൽ അപ്രതീക്ഷിത ഇടിവ്. സർക്കാർ പാക്കേജിംഗ് വിലനിർണ്ണയ രീതിക്കെതിരെ പ്രതിഷേധം. പശ്ചിമബംഗാളിൽ TD5 ഗ്രേഡ് അസംസ്കൃത ചണത്തിന്റെ വില ജൂലൈ 9 ക്വിന്റലിന് 18,300 രൂപയായിരുന്നത് ഓഗസ്റ്റ് 1 9,100 രൂപയായി കുത്തനെ ഇടിഞ്ഞു. വെറും 3 ആഴ്ചക്കിടെ ഉണ്ടായ ഈ വിലത്തകർച്ച ചണകർഷകരിലും മില്ലുകളിലും കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. സർക്കാർ ചണബാഗുകളുടെ വില നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന JBAയുടെ ദൈനംദിന വില ഉദ്ധരണികൾ യഥാർത്ഥ വിപണി വിലയെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നാണ് ഇന്ത്യൻ ജൂട്ട് മിൽസ് അസോസിയേഷന്റെ ആരോപണം. എന്നാൽ പങ്കാളിത്തമുള്ള മില്ലുകളിൽ നിന്ന് ലഭിക്കുന്ന റെഡി ഡെലിവറി കൊട്ടേഷനുകളെ അടിസ്ഥാനമാക്കി വർഷങ്ങളായി പിന്തുടരുന്ന അതേ രീതിശാസ്ത്രം അനുസരിച്ചാണ് വില പ്രസിദ്ധീകരിക്കുന്നതെന്ന് JBA ചെയർമാൻ മദൻ ഗോപാൽ മഹേശ്വരി വ്യക്തമാക്കി. അതിനിടെ അസംസ്കൃത ചണത്തിന്റെ വിലയിലുണ്ടായ ഈ അസാധാരണ ഇടിവിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ ഇടപാട് രേഖകൾ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യവും വ്യവസായ വിദഗ്ധർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.